ഇന്നലെയും അതിന് തലേ ദിവസവുമായി ഞാൻ തന്നെ പറഞ്ഞ ശ്രീരാമനെയും രാവണനെയും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം സീതയെ കേൾക്കാനെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ വാൽമീകി ലോകത്ത് സൃഷ്ടിച്ച ഒരത്ഭുത കഥാപാത്രമായി വിവേകാനന്ദൻ ഉൾപ്പെടെ നോക്കിക്കാണുന്നത് സീതയാണ്. വിവേകാനന്ദൻ തന്നെ പറഞ്ഞത് രാമന്മാർ ഇനിയും ഉണ്ടാവാം, പക്ഷെ സീത വേറൊന്നുണ്ടാവില്ല. സീത ഒന്നേ ഉള്ളൂ. ഓരോ പെണ്ണിനും സീതയാകാൻ ആഗ്രഹിക്കാം, പക്ഷെ ആകാൻ കഴിയല്ല. സീത നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്ത് കണ്ടുപോകാനല്ലാതെ കൊണ്ടുപോകാൻ പറ്റാതെ ഉയരത്തിൽ നിൽക്കുന്നൊരു പൂവാണ്. ഒരുപക്ഷെ ലോകത്തിലെ എല്ലാ പൂക്കളും കൂടി ചേർന്നൊരു പൂവായാൽ ആ പൂവാണ് സീത. അതുകൊണ്ട് അതാകണമെന്നും അതിനെ കിട്ടണമെന്നും ആഗ്രഹിക്കാം, പക്ഷെ അത് അപ്രാപ്യമാണ്. അങ്ങനെ ഒരു അത്ഭുത കഥാപാത്രത്തെയാണ് വാൽമീകി സീതയിലൂടെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ചില നിരൂപകന്മാരെങ്കിലും പറഞ്ഞത്, സത്യത്തിൽ ആ കാലത്ത് എഴുതേണ്ടി വന്ന ഒരു സാഹിത്യകാരന് മനസ്സുകൊണ്ട് പെൺപക്ഷമായെങ്കിലും നേരിട്ട് പെൺപക്ഷമാകാൻ കഴിയാതെ പോയ ഒരു കാര്യം ഒരുപക്ഷെ വാൽമീകി ഒളിച്ചു വയ്ക്കുന്നുണ്ട്. അഴീക്കോട് സാറിനെ പോലുള്ളവർ പറഞ്ഞത് സത്യത്തിൽ രാമായണമല്ല, അത് സീതായനമാണ്. സീത കാട്ടിയ വഴിയാണ്. ആദ്യം രാമൻ കാട്ടിയ വഴിയാണ് സീത നടന്നത്, അവസാനം സീത കാട്ടിയ വഴിയാണ് രാമൻ നടക്കുന്നത്. അപ്പൊ സീത കാട്ടിയ വഴി നമ്മുടെ മുമ്പിൽ കാണിച്ചു എന്നതാണ് വാൽമീകി രചിച്ച ഈ സ്ത്രീപക്ഷ കാവ്യത്തിന്റെ വലിയ പ്രത്യേകത. അത്തരം ഒരു സ്ത്രീ കഥാപാത്രത്തെ ലോകത്ത് വാൽമീകിക്കല്ലാതെ മറ്റേതെങ്കിലും സാഹിത്യകാരന് ഇതുപോലെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വ്യാസൻ ഇതുപോലെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കഥാപാത്രം കൃഷ്ണനാണ്. ചില ജർമ്മൻ പണ്ഡിതന്മാർ പറയുന്നത് ലോക സാഹിത്യത്തിൽ ആൺ കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ വ്യാസൻ സൃഷ്ടിച്ച കൃഷ്ണനെ പോലെ ഒരു കഥാപാത്രം വേറെ ഉണ്ടായിട്ടില്ല. സ്ത്രീ കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ വാൽമീകി സൃഷ്ടിച്ച സീതയെ പോലെ ഒരു സ്ത്രീ കഥാപാത്രം വേറെ ഉണ്ടായിട്ടില്ല. ഈ രണ്ട് അത്ഭുതങ്ങൾ രണ്ട് ഇതിഹാസങ്ങളിലൂടെ സൃഷ്ടിച്ചു എന്നതാണ് വാൽമീകിയും വ്യാസനും കാണിച്ച പ്രത്യേകത. അതുകൊണ്ട് സീതയുടെ എല്ലാ പ്രത്യേകതകളും സംഭവങ്ങളും ഇങ്ങനെ പറഞ്ഞു പോകാനല്ല ഞാൻ ശ്രമിക്കുന്നത്. സീതയ്ക്ക് സത്യത്തിൽ സീതയുടെ മേൽ ഒരു വിലാസം വാൽമീകി കൊടുത്തില്ല. സത്യത്തിൽ ഏത് കഥാപാത്രത്തിനും ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്ന കഥാകാരൻ ഒരു വിലാസം കൊടുക്കണം, ഒരു മേൽ വിലാസം ഉണ്ടാവണം. സീതയ്ക്ക് ഒരു അച്ഛനെ കൊടുത്തില്ല, ഒരു അമ്മയെ കൊടുത്തില്ല, എല്ലാം ഭൂമിയാണ്. അങ്ങനെ മേൽവിലാസം കൊടുക്കരുതെന്ന് വാൽമീകിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരു മേൽവിലാസം കൊടുത്തുപോയാൽ സീത എന്ന കഥാപാത്രത്തിന് അവകാശികളുണ്ടാകും. അതുണ്ടാവരുത് എന്ന് വാൽമീകിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സീത ആരിൽ നിന്ന് എങ്ങനെ പിറന്നു എന്നതിനെ കുറിച്ചെല്ലാം അവ്യക്തമായ ചില ചിത്രങ്ങളാണ് വാൽമീകി തന്നെ വരച്ച് കാണിച്ചത്. അവിടെയാണ് ഈ വേദവതിയുടെയൊക്കെ പേര് വരുന്നത്. പിന്നെ പായസത്തിൽ നിന്ന്, രാമൻ ഉൾപ്പെടെ കഴിച്ച പായസത്തിൽ നിന്ന് ഒരു പക്ഷി കൊത്തിക്കൊണ്ടുപോയ ഒരു തുണ്ട് വന്നു വീണ്
അത് തിന്ന ഒരു പക്ഷിയിൽ നിന്ന് ജനിച്ചു. ഇങ്ങനെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്, എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷെ വാൽമീകിന് നിർബന്ധം ഉണ്ടായിരുന്നു, സീതയുടെ പേരിൽ ഇതെന്റെ മോളാണ്, ഇതെന്റെ അവകാശിയാണ് എന്ന് പറയാൻ വ്യക്തമായ ഒരാളുണ്ടാവരുതെന്ന് വാൽമീകിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാൽമീകിയുടെ മാനസപുത്രിയാണ് സീത. അപ്പൊ ഒരു മേൽവിലാസം ഇല്ലാത്ത ഒരു കഥാപാത്രത്തെ എന്തിനാണ് നമുക്ക് തന്നത്? അങ്ങനെ തന്നത് എനിക്ക് തോന്നുന്നത്, നമ്മൾ പറയുന്ന മേൽവിലാസമെല്ലാം ഒരർത്ഥത്തിൽ മായയാണ്, ആരോ നമ്മളിൽ ആരോപിക്കുന്നതാണ്. സീതയിൽ അങ്ങനെ ഒരു ആരോപണം വേണ്ട എന്ന് വാൽമീകി നിശ്ചയിച്ചു. അതുകൊണ്ട് സീതയെ വാൽമീകി കിടത്തിയത് ഉഴവുചാലിലാണ്. ഉഴവുചാലിൽ നിന്നാണ് ആ കുഞ്ഞിനെ ജനക മഹാരാജാവിന്റെ രാജ്യത്തെ കൃഷിക്കാരായ മനുഷ്യർക്ക് കിട്ടുന്നത്. കൃഷിക്കാരായ മനുഷ്യർ കള്ളന്മാരല്ലാത്തത് കൊണ്ടും സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത മനസ്സുള്ളവരാണ് കൃഷിക്കാരെന്നതുകൊണ്ടും ആ കിട്ടിയ നിധി പോലുള്ള ഒരു കുഞ്ഞിനെ, അതിൻ്റെ പേടകത്തെ അവർ രാജാവിനെ ഏൽപ്പിക്കുകയാണ്. രാജാവാണെങ്കിൽ തനിക്ക് കിട്ടിയ ഏറ്റവും വിലപ്പെട്ട ഒരു സമ്പാദ്യമാണ് ഈ പെൺകുഞ്ഞെന്ന് കരുതി അതിനെ ഒരുപാട് പ്രിയപ്പെട്ടവരായി കൊട്ടാരത്തിൽ വളർത്തുകയാണ്. തൻ്റെ മകളായ ഊർമിളയോടും തൻ്റെ സഹോദരപുത്രിമാരായ മണ്ഡവിയോടും സുതകൃതിയോടും ഒപ്പം വളർത്തുകയാണ്. അങ്ങനെ വളരുന്ന സീത സ്വാഭാവികമായി അന്നത്തെ പ്രത്യേകത അനുസരിച്ച് വാത്സല്യമേറുമ്പോൾ ഒരുപാട് വീട്ടുപേരുകളും നാട്ടുപേരുകളും പെറ്റ്നയും പോലെ വന്നു ചേരും. അപ്പൊ സീതയുടെ അച്ഛനായ ജനകൻ സീതധ്വജനായിരുന്നു. അദ്ദേഹത്തിന്റെ കൊടിയടയാളം ഈ സീതധ്വജമാണത്. അതുകൊണ്ടാണ് സീത എന്ന പേര് കിട്ടിയത്. അദ്ദേഹം വിദേഹ രാജ്യത്തിലെ രാജാവായതുകൊണ്ട് വൈദേഹി എന്ന പേരും സീതയ്ക്കുണ്ടായി. മിഥിലാപുരിയാണ് ആ കൊട്ടാരം എന്നുള്ളത് കൊണ്ട് മൈഥിലി എന്ന പേരുണ്ടായി. ഇതെല്ലാം ഉണ്ടെങ്കിലും ജനകന്റെ പുത്രിയായതുകൊണ്ട് ജാനകി എന്ന് വിളിക്കപ്പെട്ടെങ്കിലും, ഇപ്പൊ ജാനകിയൊക്കെ ഒരു സിനിമയുടെ പേര് വന്നപ്പോൾ ചില തർക്കങ്ങളുണ്ട്. സീത ആ നാട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയായിട്ട്, കൊട്ടാരത്തിലെയും ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയായിട്ട്, അച്ഛനമ്മമാരുടെ എല്ലാ വാത്സല്യവും പേറിയ കുട്ടിയായിട്ട് പല പേരുകളിൽ വളർന്നെങ്കിലും അവൾ ലോക പ്രശസ്തയായത് സീത എന്ന പേരിലാണ്. അങ്ങനെ സീത മറ്റു 3 പെൺകുട്ടികൾക്ക് മാതൃകയായി. ഒരർത്ഥത്തിൽ അവരെ നേതൃത്വമായി. അവർക്ക് മുന്നാലെ അവരെ കൈപിടിച്ച് നടന്ന കുട്ടിയാണ് സീത. സീത എങ്ങനെ വളർന്നു വരുമ്പോൾ ഒരു സംഭവം വാൽമീകി നമ്മളോട് പറയുന്നുണ്ട്. അത് സീതയുടെ കഴിവുമായി ബന്ധപ്പെട്ടാണ്. ഒരു ദിവസം താഴത്തെ നിലയിൽ കുട്ടികൾ വൈകിട്ടുള്ള പൂജയ്ക്ക് വേണ്ടി ഒരു വലിയ പൂമാല കുരുക്കാനുള്ള മോഹം കൊണ്ട് പൂക്കൾ നന്നായി ഒരുക്കി അതിൽ നല്ല നൂലൊക്കെ ചേർത്ത് ഇങ്ങനെ മാല കൊരുത്തെടുക്കുമ്പോൾ പൂക്കൾ തീർന്നുപോയി. അപ്പൊ അവര് ഡിസൈൻ ചെയ്തതുപോലെ ആ മാല കൊരുത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ജനകൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീരാമന് ലക്ഷ്മണനെ പോലാണ് സീതയ്ക്ക് ഊർമിള. സീതയുടെ പിറകെ നിഴല് പോലാണ് ഊർമിള നടക്കുന്നത്. അപ്പൊ ഊർമിള സീതയോട് പറഞ്ഞു, ചേച്ചി പൂ തീർന്നുപോയി, ഇനി എന്താ ചെയ്യുക? അപ്പൊ കുട്ടികൾ മുറ്റത്തിറങ്ങി മുറ്റത്ത് വളർന്നു നിൽക്കുന്ന ഒരു മരത്തിൽ പടർന്നു കയറിയ ചെറിയ ചില്ലകളിൽ
ഒരുപാട് പൂക്കൾ, വെളുത്ത പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു വിരിഞ്ഞു നിൽക്കുന്നു. പക്ഷെ അത് ഒരുപാട് ഉയരത്തിലാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് കാണാനല്ലാതെ അത് എറുത്ത് മാല കെട്ടാൻ പറ്റുകയല്ല. അപ്പൊ ഈ ഊർമിളയാണെങ്കിൽ സങ്കടം കൊണ്ട് ചേച്ചിയോട് പറയാണ്, ചേച്ചി എങ്ങനെ ഇത് എറുത്തെടുക്കും? എന്ത് നല്ല പൂക്കളാണ്, കിട്ടിയിരുന്നെങ്കിൽ ഈ മാല നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ രൂപപ്പെടുത്താമായിരുന്നു. അപ്പൊ ജനകൻ ഇത് ശ്രദ്ധിച്ചു. അപ്പൊ സീത ഈ കുട്ടികളുടെ നിരാശ കണ്ട് സീത അകത്ത് ആയുധപ്പുരയിലേക്ക് കയറിപ്പോയി. ആയുധപ്പുരയിൽ ചെന്ന് ഒരു പടയാളിക്ക് പോലും എടുക്കാൻ പ്രയാസമുള്ള ശൈവചാപം അവിടെ ഇരിക്കുകയാണ്. സീത ഒരു കൈയിൽ ആ ശൈവചാപം എടുത്തുകൊണ്ട് പുറത്തു വന്നു. അപ്പൊ ജനകൻ അത്ഭുതമായി. ഒരു കരുത്തനായ പടയാളിക്ക് പോലും എടുക്കാൻ പ്രയാസമുള്ള ഈ ഇരുമ്പ് വില്ല് സീത ഒറ്റയ്ക്ക് ഒരു കൈയിൽ എടുത്തുകൊണ്ട് പുറത്തു വരികയാണ്. സീതയുടെ മറുകൈയിൽ കുറച്ച് അമ്പുകളുണ്ട്. അപ്പൊ ജനകൻ കൂടുതൽ ശ്രദ്ധിച്ചു. കുട്ടികളെല്ലാം ഓടിക്കൂടി. കുട്ടികളെല്ലാം സീതയോട് പറഞ്ഞു, ചേച്ചി അമ്പെയ്ത് പൂക്കൾ ഇറക്കുക. അപ്പൊ സീത അമ്പെടുത്ത് മുകളിലോട്ട് ഓരോ പൂവിലേക്ക് എയ്തു. അപ്പൊ ചില്ലയ്ക്കോ മരക്കമ്പിനോ, എന്തിന് കാറ്റ് അടിക്കുന്ന തരത്തിലൊരിളക്കം ഇലയ്ക്കുണ്ടാകാൻ തക്ക തരത്തിലോ ഒരു കുഴപ്പവുമില്ലാതെ പൂക്കളെ മാത്രം ഇങ്ങനെ അമ്പുകൾ ഇറുത്തിട്ടുകൊണ്ടിരുന്നു. അപ്പൊ ഈ അത്ഭുതം കണ്ട് ജനകൻ അന്തം വിട്ടു നോക്കി. അപ്പൊ സീത ഈ പൂക്കൾ ഇങ്ങനെ ഇറുത്തെറുത്തെറുത്തെറുത്തിട്ടോണ്ടിരിക്കുന്നു. കുട്ടികളത് വാരി 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 കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവസാനം ഊർമിള എന്ന് പറഞ്ഞു, ചേർച്ചി മതി, ഞങ്ങൾക്ക് ആവശ്യത്തിന് പൂക്കളായി. സീത അപ്പൊ തന്നെ വില്ല് ബാക്കി അമ്പുകളുമായി അകത്ത് കൊണ്ടുവച്ചു. അപ്പൊ കുട്ടികൾ മാലയെല്ലാം കൊരുത്തു. ജനകൻ മന്ത്രിമാരുമായിട്ട് ആലോചിച്ചു, ഇതിന്റെ അർത്ഥം എന്താണ്? അതായത് വില്ല് കൊണ്ട് അല്ലെങ്കിൽ അമ്പ് കൊണ്ട്, അതിന്റെ പാടവം കൊണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് യുദ്ധം ജയിക്കുകയാണ്, നശിപ്പിക്കുകയാണ്, ഒരാളെ തോൽപ്പിക്കുകയാണ്. പക്ഷെ ഇവിടെ സീത കാണിച്ചു തന്നത് ഈ അമ്പും വില്ലും കൊണ്ട് ഇങ്ങനെ ഒരു പ്രയോജനം കൂടി ഉണ്ടെന്നാണ്. അപ്പൊ ഇത് ഏതെങ്കിലും ലക്ഷണം കാണിച്ചു തരികയാണോ? മാത്രമല്ല, നമ്മുടെ മക്കൾ 2 അച്ഛനമ്മയ്ക്ക് ഈ 4 മക്കൾ ഇവർ ഒരാളിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ശരീരം പോലെ, ഒരാത്മാവ് പോലെ ജീവിക്കുന്നത് ഭാവിയിൽ അവർ പിരിയാതിരിക്കാനുള്ള എന്തെങ്കിലും സൂചനയാണോ? ഇവരുടെ സന്തോഷം മുഴുവൻ ഇവർ ഒത്തുചേർന്ന് ജീവിക്കുന്നതിലാണ്. ഇവർ പിരിയുന്നത് ഇനി ഓരോരോ ഭർത്താക്കന്മാരോട് പിരിഞ്ഞു പോയാൽ അത് തന്നെ ഒരു സങ്കടമാവും. അപ്പൊ എന്താണ് ഇതിന്റെ നിർദ്ദേശമായി അല്ലെങ്കിൽ സന്ദേശമായി ഏറ്റെടുക്കേണ്ടത്? അപ്പം ജനകൻ തന്നെ തത്വചിന്തകൻ കൂടിയായതുകൊണ്ടും അദ്ദേഹം ഒരു കർഷക സ്നേഹിയായ മനുഷ്യനായതുകൊണ്ടും സമാധാനപ്രിയനായ രാജാവായതുകൊണ്ടും അദ്ദേഹം തന്നെ പറയട്ടെ എന്ന് മന്ത്രിമാരിങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഈ വില്ല് ശൈവചാപമാണ്, ശിവൻ തന്നതാണ്. അപ്പൊ ഇത് സീതയാണ് ഉപയോഗിച്ചത്, അത് പൂവിറുക്കാനാണ്. സ്വാഭാവികമായി പൂവ് എന്ന് പറയുന്നത് നേർച്ചയ്ക്കുള്ളത്, അല്ലെങ്കിൽ ഒരാൺ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു പെണ്ണൊരാണിനെ വരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ, ഒരു മാല കൊരുത്തുണ്ടാക്കാൻ വേണ്ടിയുള്ളതുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വില്ല് വഴി, ഈ വില്ലിന്റെ പ്രത്യേകതകൾ വഴി സീതയ്ക്കും സഹോദരിമാർക്കും ഇഷ്ടപ്പെട്ട യോഗ്യരായ ഭർത്താക്കന്മാരെ കണ്ടെത്തണമെന്ന സന്ദേശം ഈ സീത എടുത്തുപയോഗിച്ച വില്ലും അമ്പുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം മന്ത്രിമാരെല്ലാം അത് ശരിവെച്ചു. അങ്ങ് പറഞ്ഞതാണ് ശരി. അപ്പം ജനകൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ വില്ല് യുദ്ധത്തിനുള്ളതല്ല,
ഇത് സമാധാനത്തിൻ്റെതാവട്ടെ. അതുകൊണ്ട് ഈ വില്ലിൽ ഏതെങ്കിലും അത്ഭുതം കാണിച്ച് പാടവം കാണിക്കുന്നവനല്ല, ഈ വില്ല് ഒടിക്കുന്നവനാണ് സീതയെ എടുക്കേണ്ടത്. ഒപ്പം മറ്റു രാജകുമാരിമാരെയും അതിന് യോഗ്യരായവർ സ്വീകരിക്കേണ്ടത്. അപ്പൊ അതൊരു പ്രഖ്യാപനമായി നടത്താം. ഈ ശൈവചാപം ഒടിക്കുന്നവർക്ക് സീതയെ നൽകും. അപ്പൊ സീത അപൂർവ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയാണ്. അത്രയും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി ആ നാട്ടിലെന്നല്ല, ആ കാലത്ത് ലോകത്തെങ്ങുമില്ല. അത്ര സൗന്ദര്യമുണ്ട് സീതയ്ക്ക്. സമ്പൂർണതയാണ് സീത. അപ്പൊ സീതയെ വരിക്കാൻ, സ്വന്തമാക്കാൻ മോഹിക്കാത്ത രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ വില്ലാളികളോ ഒന്നും നാട്ടിലില്ല. ഒരാൾക്ക് പോലും എടുക്കാൻ പറ്റാത്ത ഒരു വില്ലാണ് ഈ ശൈവചാപം. അപ്പൊ അത് എടുക്കാൻ പോലും പറ്റുകയല്ല, കുലയ്ക്കാൻ പറ്റുകയല്ല, ഒടിക്കാൻ പറ്റുകയല്ല. അപ്പം അങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായി കരുത്തുള്ള രാജാക്കന്മാരെല്ലാം വന്നു ചേരും. ജനകനൊരാശങ്കയുണ്ട്. ഈ നല്ല പെണ്ണും നല്ല മണ്ണും കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും പ്രയാസമാണ്. പ്രത്യേകിച്ച് അതാഗ്രഹിക്കുന്ന കരുത്തന്മാരും അതിന് പൊരുത്തക്കേട് കാണിക്കാൻ മടിയില്ലാത്ത മനസ്സുള്ളവരും ലോകത്തുണ്ടെങ്കിൽ ഏത് കാലത്താണെങ്കിലും നല്ല പെണ്ണും നല്ല മണ്ണും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ നഷ്ടപ്പെടാൻ സാധ്യത ഉള്ള ഒന്ന് യോഗ്യരായ കൈകളിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ അത് അപകടം വിളിച്ചു വരുത്തുന്ന, അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സീതയെയും സഹോദരിമാരെയും യോഗ്യരായവരുടെ കൈകളിൽ ഏൽപ്പിക്കണം. സീത ലോകത്തിലെ മണ്ണിന്റെ എല്ലാ സ്വഭാവങ്ങളും ഉള്ളവളാണ്. ലോകത്തെ എല്ലാ നല്ല മണ്ണും ചേർന്ന് അതിനൊരു നിറമുണ്ടെങ്കിൽ ആ നിറമാണ് സീതയുടെ നിറം. അതിനൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവമാണ് സീതയുടെ സ്വഭാവം. അതിനൊരു സൗന്ദര്യം ഉണ്ടെങ്കിൽ ആ സൗന്ദര്യമാണ് സീതയുടെ സൗന്ദര്യം. സീത മണ്ണിന്റെ സമ്പൂർണതയാണ്. അനിയത്തിമാരും സീതയെ അതിന് യോഗ്യമായ തരത്തിലാണ് സീത ഒരുക്കി വളർത്തി എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ജനക മഹാരാജാവ് ഈ ശൈവചാപം ഒടിക്കുന്നവർക്ക് സീതയെ നൽകും എന്ന് പ്രഖ്യാപനം നടത്തുന്നത്. മന്ത്രിമാരോടുകൂടി ആലോചിച്ച് സ്വാഭാവികമായി വന്നവരെല്ലാം വില്ല് എടുക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു. പലരെയും നടുവൊടിഞ്ഞു, ചിലരെ കൈയൊടിഞ്ഞു, ചിലരെ കാലൊടിഞ്ഞു, ഒരുപാട് പെരുകുപറ്റി. ചിലർ എടുക്കാനൊക്കെ കൈകൊണ്ട് തൊട്ട് നോക്കിയപ്പോൾ തന്നെ ഇത് പറ്റുകയല്ല എന്ന് മനസ്സിലാക്കി തലകുനിച്ച് തിരിച്ചുപോയി. അപ്പൊ വന്നവരെല്ലാം ഒരർത്ഥത്തിൽ സീതയെ കണ്ടു, പക്ഷേ സീതയെ കൊണ്ടുപോകാൻ പറ്റിയില്ല, ആ വില്ലൊടിക്കാനും പറ്റിയില്ല. അവരുടെ മനസ്സിൽ മോഹത്തിന്റെ സമുദ്രം തിരയടിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ അതൊരിക്കലും നിലയ്ക്കാൻ തക്ക തരത്തിൽ കരയ്ക്കടുക്കാൻ പറ്റിയില്ല. അപ്പൊ സ്വാഭാവികമായി ആ കഴിയുന്ന കാലത്താണ് വിശ്വാമിത്രന്റെ കൂടെ രാമലക്ഷ്മണന്മാർ മിഥിലാപുരിയിലെത്തുന്നു. അവര് വന്ന് ഈ കഥയൊക്കെ അറിഞ്ഞ് അപ്പൊ അവരിങ്ങനെ മുറ്റത്തുലാത്തുന്ന നേരത്ത് ഈ സീതയും രാമനും തമ്മിൽ ആദ്യം കാണുന്ന ഒരു രംഗം വാൽമീകി വരച്ചു കാണിച്ചിട്ടുണ്ട്. അത് അതിമനോഹരമായ ഒരു അനുരാഗ മുഹൂർത്തമാണ്. സീതയും സീതയുടെ അനുജത്തിമാരും, അവർ 3 അനുജത്തിമാരും സീതയും 4 പേര് കൊട്ടാരത്തിന്റെ 2ാമത്തെ നിലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ താഴെ ഒരു കുളമുണ്ട്, സ്ഫടിക സമാനമായ ജലമാണ്. അതിൽ മുകളിലുള്ളതോ ആകാശത്തുള്ളതോ സർവ്വതും ആ കുളത്തിൽ പ്രതിഫലിക്കും വിധം, ഒരഴുക്കുമില്ലാതെ പ്രതിഫലിക്കും വിധമുള്ള സ്ഫടിക സമാന ജലമാണ്. അതിൻ്റെ കരയിലാണ് രാമൻ നിൽക്കുന്നത്. അപ്പൊ രാമൻ അവിടെ നിന്ന് സീത മുകളിൽ നിൽക്കുമ്പോൾ ഇവർ പരസ്പരം കാണുന്നില്ല.
പക്ഷെ മുകളിൽ ഒരു നിലക്കണ്ണാടിയുണ്ട്. ആ നിലക്കണ്ണാടിയിൽ സീത നോക്കുമ്പോൾ താഴെ നിൽക്കുന്ന രാമന്റെയും കുളത്തിന്റെയും എല്ലാം രൂപം കാണുകയാണ്. അപ്പൊ സീത നോക്കുമ്പം വളരെ സുന്ദരനായ കൗമാരം ഇങ്ങനെ കഴിഞ്ഞു വരുന്ന ഒരാൾ. അപ്പൊ സീതയ്ക്ക് മനസ്സിലായി അത് വിശ്വാമിത്ര മഹർഷിയോടൊപ്പം വന്ന അയോധ്യയിലെ രാമൻ എന്ന ചെറുപ്പക്കാരനാണെന്ന് മനസ്സിലായി. സീതയ്ക്ക് ആ മുഖത്തോടും ആ രൂപത്തോടും ഒരു ഇഷ്ടം തോന്നി. കണ്ണാടിയിലാണ് സീത അത് കാണുന്നത്. അപ്പൊ കണ്ണാടിയിൽ കണ്ട രൂപത്തെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി സീത മുന്നോട്ട് നടന്നു വരുമ്പോൾ ഈ സ്ഫടിക സമാനമായ ജലത്തിൽ നോക്കി നിൽക്കുന്ന രാമൻ മുകളിൽ നിൽക്കുന്ന സീതയുടെ രൂപം ഈ ജലത്തിൽ കണ്ടു. കണ്ണാടിയിലാണ് സത്യത്തിൽ രാമന്റെ രൂപം സീത കാണുന്നത്, അത് മുകളിൽ നിന്നാണ്. സീതയുടെ രൂപം രാമൻ കാണുന്നത് ജലത്തിലാണ്, അത് താഴെ നിന്നാണ്. അപ്പൊ സീതയുടെ രൂപം രാമൻ കണ്ടപ്പോൾ രാമൻ അത്ഭുതമായി, ഇത്ര മനോഹരിയായ ഒരു പെൺകുട്ടിയോ, ഇതാരാണ് എന്നറിയാൻ വേണ്ടി രാമൻ മുകളിലോട്ട് നോക്കുന്ന നേരം സീത താഴോട്ട് നോക്കി. ആദ്യം കാണുമ്പോൾ വാൽമീകി അവരെ നിർത്തുന്നത് സീതയെ മുകളിൽ തന്നെയാണ്, രാമനെ താഴെയുമാണ്. എന്നിട്ട് കണ്ണാടിയിലും ജലത്തിലും കൂടി രണ്ടുപേരെയും കണ്ട് നേരിട്ട് കാണുമ്പോൾ സ്വാഭാവികമായി സീതയ്ക്ക് നാണം തോന്നി തലകുനിച്ച് സീത തിരിച്ചു നടന്നു പോവുകയാണ്. സ്വാഭാവികമായി അവർക്ക് രണ്ടുപേർക്കും ഒരു വളരെ തരത്തിൽ ഒരു അദമ്യമായ അനുരാഗത്തിന്റെ പ്രത്യേകതയൊന്നും ഉണ്ടായില്ലെങ്കിലും പരസ്പരം ഇഷ്ടത്തിന്റെ ഒരു നൂല് അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ രൂപപ്പെടുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഇത് വിശ്വാമിത്രന് മനസ്സിലാവുകയാണ്. വിശ്വാമിത്രൻ ജനകനോട് ആവശ്യപ്പെടുന്നത് ഈ വില്ലൊന്ന് കാണാൻ രാമൻ ആഗ്രഹമുണ്ടെന്നാണ്. അപ്പൊ ജനകൻ പറയുന്ന കണ്ടോട്ടെ. അപ്പൊ കണ്ടു കഴിഞ്ഞ് രാമൻ വിശ്വാമിത്രനോട് പറയുന്നത് ഇതൊന്ന് ഓടിക്കാൻ ഒരു പരിശ്രമം നടത്താൻ ആഗ്രഹമുണ്ടെന്നാണ്. ജനകന് സന്തോഷമായി. കാരണം രാമനെയും ലക്ഷ്മണനെയും ഒക്കെ കണ്ടപ്പോ തന്നെ ദശരഥപുത്രന്മാരാണെന്ന് അറിഞ്ഞപ്പോ തന്നെ എവർ ബന്ധുക്കൾ അവൻ ഏറ്റവും യോഗ്യരാണെന്ന് ജനകന്റെ മനസ്സിലുണ്ട്. അപ്പൊ ജനകൻ അതിന് സമ്മതം കൊടുക്കുക മാത്രമല്ല, എങ്ങനെയെങ്കിലും ഇയാൾ ഒടിച്ചാൽ തൻ്റെ മനസ്സിലെ സീതയെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചുമുള്ള ആശങ്ക മാറിക്കിട്ടുമെന്ന ആഗ്രഹം ജനകന്റെ മനസ്സിലുണ്ട്. അപ്പൊ അതിന് സന്ദർഭം ഒരുക്കുകയാണ്. സന്ദർഭം ഒരുക്കുമ്പോൾ സ്വാഭാവികമായി സീത വന്ന് വധുവിനെ പോലെ ഒരുങ്ങി ഈ വില്ല് വെക്കുന്ന അരങ്ങിന്റെ ഒരരികത്തിരിക്കുന്നുണ്ട്. അപ്പൊ നാട്ടുകാർ മുഴുവൻ ഒത്തുചേരുന്നുണ്ട്. കാരണം പലരും വിചാരിച്ചിട്ട് നടക്കാതെ പോയ ഒരു കാര്യത്തിന് വേണ്ടി ഒരു പ്രയത്നം കൂടി രൂപപ്പെടുകയാണ്. അപ്പൊ കണ്ടവരുടെ എല്ലാം മനസ്സിൽ സീതയെയും രാമനെയും ഇങ്ങനെ കണ്ടവർ പറഞ്ഞു, ഇവരാണ് ഒന്നിക്കേണ്ടത്, ഇവർ ചേരേണ്ടതാണ്. ഈ ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറയുന്ന പോലെ അതിന് പറ്റിയ രണ്ടുപേരാണ് ഇവർ. രാമൻ ജയിക്കണേ എന്നെല്ലാവരും പ്രാർത്ഥിച്ചു. സീതയ്ക്ക് രാമനെ കിട്ടണേ എന്ന് കൊട്ടാരത്തിലുള്ളവരും പ്രാർത്ഥിച്ചു. മന്ത്രിമാരും മറ്റു വന്നുകൂടിയവരുമല്ല അതിനാഗ്രഹിച്ചു. രാമന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, രാമന്റെ ആഗ്രഹം സീതയെ കിട്ടണമെന്ന് ഉള്ളിന്റെ ആഗ്രഹമുണ്ട്. പക്ഷെ രാമന്റെ ഉദ്ദേശം സീതയേക്കാൾ പ്രധാനം ആ വില്ലൊടിക്കണം. അത് തൻ്റെ മുമ്പിൽ ഒരു വെല്ലുവിളിയാണ്. ഒരു ഇരുമ്പ് വില്ല് അയോധ്യയിലെ രാജകുമാരനായ രാമന്റെ മുമ്പിൽ വെല്ലുവിളിയാകാൻ പാടില്ല. അതുകൊണ്ട് തൻ്റെ കരുത്തും തൻ്റെ ഇന്ദ്രിയങ്ങളും തൻ്റെ എല്ലാ പ്രതിഭയും ഒന്നിൽ നിക്ഷേപിക്കണം. അങ്ങനെ രാമന്റെ കഴിവും കരുത്തും രാമന്റെ പ്രതിഭയും ലക്ഷ്യവുമെല്ലാം ഒറ്റ കാര്യത്തിൽ കേന്ദ്രീകരിച്ചു. അതാ വില്ലൊടിക്കുക എന്നതിലാണ്. സീതയ്ക്കാണെങ്കിൽ ഒരു സൗകര്യം കിട്ടി. ഇങ്ങനെ വേറൊന്നിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരാളെ സൂക്ഷ്മമായി കാണാൻ സീതയ്ക്കും പറ്റി.
ഈ പെണ്ണ് കാണാൻ പോകുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. ആണും പെണ്ണും തമ്മിൽ കാണുമ്പം പരസ്പരം സത്യത്തിൽ ശരിക്ക് കാണാൻ പറ്റുകയല്ല. ശരിക്ക് കാണണമെങ്കിൽ ഒരാൾ വേറൊന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മറ്റേയാൾ ആ ആളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. ഇവിടെ സീതയ്ക്ക് അത് കഴിഞ്ഞു. രാമൻ മുഴുവൻ ശ്രദ്ധയും വില്ലിലാണ് കേന്ദ്രീകരിച്ചത്. സീത തൻ്റെ മുഴുവൻ ശ്രദ്ധയും രാമനിലാണ് കേന്ദ്രീകരിച്ചത്. ബാക്കി നാട്ടുകാരെ മുഴുവൻ ശ്രദ്ധയും രണ്ടുപേരിലുമാണ് കേന്ദ്രീകരിച്ചത്. സത്യത്തിൽ അങ്ങനെ വേണം കേന്ദ്രീകരിക്കാൻ. അപ്പൊ രാമൻ അച്ഛനമ്മമാരെ, ഗുരുക്കന്മാരെ, മറ്റു പലരെയും ഓർക്കേണ്ടവരെല്ലാം മനസ്സിലോർത്ത് വില്ലിനെയും നമിച്ച് രാമൻ വില്ല് കുലച്ചൊടിച്ചു. അപ്പോൾ അത് കവികളൊക്കെ അതിമനോഹരമായിട്ടാണ് അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുള്ളത്. രാമായണം തന്നെ പല തരത്തിലുണ്ട്, പല ഭാവനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് ലോകം മുഴുവൻ നടുങ്ങിയെന്നാണ്, എല്ലാവരും ഞെട്ടി എണീച്ചു എന്നാണ്. ആകെ മൊത്തം ലോകത്ത് എന്തോ വലുതായി സംഭവിച്ചതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ്. പക്ഷെ സീതയുടെ മനസ്സിൽ മാത്രം അനുരാഗത്തിന്റെ ഒരു പൂമഴ പെയ്തു ആ വില്ലൊഴിഞ്ഞപ്പോൾ. ലക്ഷ്മണന്റെ മനസ്സിൽ അഭിമാനത്തിന്റെ ഒരു മഴ പെയ്തു. രാമനാണെങ്കിൽ ഒരു ലക്ഷ്യം കേന്ദ്രീകരിച്ച് തൻ്റെയും തൻ്റെ നാടിൻ്റെയും തൻ്റെ രാജ്യത്തിൻ്റെയും അന്തസ് താൻ കാത്തു സൂക്ഷിച്ചു എന്നത് അഹങ്കാരമില്ലാത്ത ഒരു നന്മയായി രാമന്റെ മനസ്സിൽ ഒരു പൂത്ത മരമായി നിന്നു. അപ്പോൾ സ്വാഭാവികമായി അതൊരാഘോഷമായി. ജനകൻ വിശ്വാമിത്രനുമായിട്ട് ആലോചിച്ച് അയോധ്യയിൽ അറിയിച്ച് അയോധ്യയിലെ രാജാവായ ദശരഥനെയും മന്ത്രിമാരെയും മറ്റുള്ളവരെയും എല്ലാം കൊട്ടാരത്തിലേക്ക് വരുത്തി. അപ്പോൾ വന്നപ്പം ദശരഥന് 3 ഭാര്യമാരിൽ 4 മക്കളുണ്ട്. ജനക മഹാരാജാവിനും അനുജനും 2 പേരിലായി 3 മക്കളും എടുത്തു വളർത്തിയ ഏറ്റവും പ്രിയപ്പെട്ട സീതയും 4 മക്കളുണ്ട്. അപ്പം രാമന് സീതയെയും, ലക്ഷ്മണന് ഊർമിളയെയും, ഭരതന് മാണ്ഡവിയെയും, ശത്രുഘ്നന് ശ്രുതകീർത്തിയെയും വധക്കളായി സ്വീകരിച്ചു. അപ്പൊ 2 പേർക്കും ഇഷ്ടമായി. ഇവർ 4 പേരും പിരിയുന്നില്ല, അവര് 4 പേരും പിരിയുന്നില്ല. 2 രാജ്യങ്ങൾ തമ്മിൽ ബന്ധുത്വം വഹിക്കുന്നു. 2 കുടുംബങ്ങളിലുള്ള മിക്കവാറും എല്ലാവരും തമ്മിൽ ബന്ധുക്കളാവുന്നു. അപ്പൊ അവരുടെ പൊതു കരുത്തും പൊതു ആഗ്രഹങ്ങളും ഉഭയസമ്മതപ്രകാരം ഈ വിവാഹത്തിലൂടെ ഉൾച്ചേരുന്നു. അപ്പൊ സ്വാഭാവികമായി അവിടെ നിന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തുമ്പോഴാണ് സീതയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഈ അധികാര കൈമാറ്റം എന്ന് പറയുന്ന ഒന്ന് അയോധ്യയിൽ നടക്കുമ്പോൾ ഈ 3 സ്ത്രീകളിൽ കുടികൊള്ളുന്ന ചില അസൂയയുടെ കനലുകൾ ആരൊക്കെയോ ഊതിത്തെളിക്കുന്നുണ്ടെന്ന്. അവസാനമാണ് സീതയ്ക്ക് മനസ്സിലാവുന്നത് ആ സ്ത്രീകളിൽ ഏറ്റവും സുന്ദരിയായ കൈകേയിയുടെ മനസ്സിലാണ് ഈ അസൂയയുടെ കനൽ കൂടുതലുള്ളത്. എവിടെയും ഈ സൗന്ദര്യത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു വിഷപ്പാമ്പുണ്ടാവും. അത് അയോധ്യയിൽ കൈകേയിയുടെ ഉള്ളിലാണ് ഇരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ അധികാരം കൈമാറാൻ കഴിഞ്ഞില്ല. ഈ അധികാരം എന്നത് എവിടെയും കൈമാറാൻ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം അധികാരത്തിന് അസമത്വത്തിന്റെ ഒരു പ്രസവമുറി ഉണ്ടാവും. അത് വാൽമീകി വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് സീതയ്ക്ക് വന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആ അധികാരത്തിന്റെ കൈമാറ്റത്തിൽ അസമത്വം ഒരു പ്രസവമുറിയായി രൂപപ്പെടുന്നിടത്ത് ചിലയിടത്ത് പെട്ടെന്നത് പുറത്തു വരും, ചിലയിടത്ത് അത്ര പെട്ടെന്ന് പുറത്തു വരികയല്ല. അയോധ്യയിൽ അത് പുറത്തു വന്നത് വഴിയാണ് രാമനും ലക്ഷ്മണനും സീതയ്ക്കും കാട്ടിലേക്ക് പോകേണ്ടി വന്നത്.
സഹോദരന്മാർ തമ്മിൽ പിരിയേണ്ടി വന്നത്. അവിടെ ഏറ്റവും ദുഃഖം അനുഭവിക്കുന്ന ഒരു കഥാപാത്രം ഊർമിളയാണ്. ഊർമിള സത്യത്തിൽ ബാക്കിയുള്ളവർക്ക് ഭർത്താവ് കൂടെയുണ്ട്, അവർ ബ്രഹ്മചര്യമൊക്കെ പുലർത്തുന്നുണ്ട്, പക്ഷെ ഭർത്താവ് കൂടെയുണ്ട്. അതൊരാശ്വാസമാണ്. അത് മാണ്ഡവിക്ക് ഭരതനുണ്ട്, ശ്രുതമൂർത്തിക്ക് ശത്രുഘ്നുണ്ട്, രാമനോടൊപ്പമാണെങ്കിൽ സീതയുണ്ട്. പക്ഷെ രാമൻ എങ്ങനെയാണോ ലക്ഷ്മണൻ, അങ്ങനെയായിരുന്നു സീതയ്ക്ക് ഊർമിള. പക്ഷെ ഊർമിളയെ കൊണ്ടുപോകാൻ ലക്ഷ്മണൻ ഒരുക്കമല്ല. ഊർമിളയാണെങ്കിൽ അങ്ങനെ തർക്കിക്കാനും നിന്നില്ല. സീതയ്ക്കാണെങ്കിൽ അറിയാം തൻ്റെ കൂടെ നിഴലുപോലെ നടന്ന പെൺകുട്ടിയാണ് ഊർമിള. പക്ഷെ അവളെ കൊണ്ടുപോകാൻ പറ്റുകയില്ല. കാരണം ലക്ഷ്മണൻ വരുന്നത് തന്നെയും ശ്രീരാമനെയും സേവിക്കാനാണ്. ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകുമ്പോൾ ലക്ഷ്മണനോട് നിദ്രാദേവി നിന്ന് ലക്ഷ്മണൻ ഒരു വരം മേടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ 14 വർഷം ചേട്ടനെയും ചേട്ടത്തിയെയും ഉറക്കമൊഴിഞ്ഞു കാത്തി രക്ഷിക്കാൻ വേണ്ടി തന്നെ 14 വർഷത്തെ നിദ്ര ഇല്ലാതാക്കി തരാനുള്ള ഒരു വരമാണ് ലക്ഷ്മണൻ നിദ്രാദേവിയോട് ചോദിക്കുന്നത്. അപ്പൊ നിദ്രാദേവി പറയുന്നത്, അങ്ങനെ ഒരു വരം തരണമെങ്കിൽ നിന്റെ ഉറക്കം മറ്റാരെങ്കിലും ഏറ്റുവാങ്ങണം. അപ്പൊ ലക്ഷ്മണൻ പറയുന്നത്, എനിക്ക് അങ്ങനെ പറയാവുന്ന ഒരാൾ ഊർമിളയാണ്. കാരണം ഊർമിള എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയോട് എനിക്ക് അവരെ സേവിക്കാൻ വേണ്ടി എൻ്റെ ഉറക്കം നീ ഏറ്റുവാങ്ങണം എന്ന് പറയാം. പക്ഷെ ഭാര്യയോടാണെങ്കിലും അതൊരാജ്ഞയായി പറയാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നിദ്രാദേവി തന്നെ ഊർമിളയോട് ചോദിക്കുക, എനിക്ക് നഷ്ടപ്പെടുന്ന ഉറക്കം അവൾ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുക. അപ്പൊ ലക്ഷ്മണന്റെ നിർദ്ദേശപ്രകാരം നിദ്രാദേവി ഊർമിളയോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ലക്ഷ്മണന് വേണ്ടി അയാൾ 14 വർഷം ഉറക്കമൊഴിഞ്ഞ് രാമനെയും സീതയെയും സേവിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾ ആ ഉറക്കം ഏറ്റുവാങ്ങുമോ? അപ്പൊ ഊർമിള പറയുന്നത്, ഞാനത് ഏറ്റുവാങ്ങാമെന്നാണ്. അങ്ങനെയാണ് ഊർമിള കൊട്ടാരത്തിനകത്ത് തന്നെ കഴിയുന്നു. ഒരർത്ഥത്തിൽ ഈ സീത ഒരു വിരിഞ്ഞ പൂവിന്റെ സങ്കടമാണ്, ഊർമിള ഒരു മൊട്ടായതിന്റെ സങ്കടമാണ്. ഊർമിളയ്ക്കൊന്ന് കരയാൻ പോലും പറ്റിയില്ല. സീതയ്ക്ക് വേണമെങ്കിൽ കരയാം, പക്ഷെ ഊർമിളയ്ക്ക് സ്വന്തം കൊട്ടാരത്തിനകത്താണെങ്കിൽ തൻ്റെ ദുഃഖങ്ങളിൽ 14 വർഷം വെറും വിരഹമൊന്നുമല്ല, എല്ലാ വികാരങ്ങളെയും അടക്കി ഒരു വിരിയാത്ത പൂ പോലെ ഒരു മൊട്ടായി തന്നെ സൂക്ഷിച്ച് ഒരു തുള്ളി കണ്ണുനീരായി കണ്ണിന് പുറത്തേക്ക് ഒന്നും ഒഴുക്കാൻ പറ്റാത്ത തരത്തിൽ ഒതുങ്ങിപ്പോയ ഒരു ജീവിതമാണ് സത്യത്തിൽ ഊർമിളയുടേത്. അങ്ങനെ ഒരു ജീവിതം എന്തിനാണ് ഈ വാൽമീകി നമുക്ക് മുമ്പിൽ ഊർമിളയിലൂടെ കാണിച്ചു തരുന്നത് എന്ന് ചോദിച്ചാൽ, ഏത് വലിയ കുടുംബത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും അവിടെ നടക്കുന്ന അന്തസ്സിൻ്റെയും പിന്നിൽ ഇത്തരം ഊർമിളമാരെല്ലാം അടക്കി കാത്തു സൂക്ഷിക്കുന്ന അച്ചടക്കമുള്ള, ഒരിക്കലും പൊട്ടിച്ചിതറാത്ത, ഒരിക്കലും വിടർന്ന് വിലസാത്ത ചില ദുഃഖങ്ങളുണ്ടാവും. അതിന് ഊർമിളയെ ചൂണ്ടിയാണ് വാൽമീകി അങ്ങനെ ഒരു ദുഃഖത്തെ, ഈ കാത്തു സൂക്ഷിക്കുന്ന അന്തസ്സിന്റെ കരുത്ത് എന്ന് പറയുന്നത് ഇത്തരം ഊർമിളമാർ പുറത്തു പറയാത്ത സങ്കടങ്ങളിൽ കൂടിയായിരിക്കും. ഞാൻ ഈ തിരുവനന്തപുരത്ത് സൂര്യയിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ കൃഷ്ണമൂർത്തി സാറ് എന്നോട് പറഞ്ഞു, മുല്ലക്കര എപ്പോഴെങ്കിലും ഈ ഊർമിളയൊന്ന് അവതരിപ്പിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എപ്പോഴെങ്കിലും അവതരിപ്പിക്കാം. ഇന്നലെയും ഇവിടെ വെച്ച ഒരാൾ എന്നോട് പറഞ്ഞു, ഈ 3 കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ മഹാഭാരതത്തിലെ മറ്റു ചില കഥാപാത്രങ്ങളൂടെ അടുത്ത വർഷമെങ്കിലും ഒന്ന് അവതരിപ്പിച്ചൂടെ? ഞാൻ പറഞ്ഞ് ആലോചിക്കാമെന്ന്. സത്യത്തിൽ നമ്മൾ പുറത്തു കാണുന്ന ഒരുപാട് സൗന്ദര്യത്തിന്റെ പിന്നിൽ അകത്ത് അച്ചടക്കമുള്ള, പുറത്തറിയാത്ത ഊർമിളമാരുടെ
ഒരു തുള്ളി കണ്ണുനീരായി പോലും പുറത്തു വരാൻ പറ്റാത്ത സങ്കടങ്ങളുടെ ഒരു കുടുക്കയ്ക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുള്ള ചിലരുണ്ടാവും. അതൊരു അപാര കഥാപാത്രമാണ് ഈ ഊർമിള എന്ന് പറയുന്നത്. അത് ഞാൻ മെനങ്ങാന്ന് പറഞ്ഞതുപോലെ പറയണം എന്ന് വെച്ചങ്ങ് പറഞ്ഞാണ്. ആ ഊർമിളയെ സത്യത്തിൽ രാമൻ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. 14 വർഷം കാട്ടിൽ കഴിഞ്ഞ് തിരിച്ചു വരുന്ന രാമൻ ആ കൊട്ടാരത്തിൽ പലരും ഈ അമ്മമാരെയൊക്കെ പോയി വണങ്ങുന്നുണ്ട്. പക്ഷേ സ്വയം മറന്ന് രാമൻ പ്രണമിച്ചു പോകുന്ന ഒരാൾ ഊർമിളയാണ്. ഊർമിളയുടെ മഹത്വം രാമന് മനസ്സിലാവുന്നുണ്ട്. അപ്പം സീത സ്വാഭാവികമായി രാമനോടൊപ്പം കാട്ടിലേക്ക് പോവാണ്. കാട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. കാട്ടിൽ നിന്ന് സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോയി രാവണൻ എന്തെല്ലാം പരിശ്രമിച്ചിട്ടും സീത പുലർത്തുന്ന അച്ചടക്കത്തിൻ്റെയും ആരെയും മുമ്പിൽ അടിയറ വയ്ക്കാത്ത, ഒരു ആർഭാടത്തിന് മുമ്പിലും വഴങ്ങാത്ത സ്വഭാവ പ്രത്യേകതകളുടെയും മുമ്പിൽ അവസാനം രാവണൻ വഴങ്ങിപ്പോവുകയാണ്. അവിടെയാണ് സീതയെ കാണാൻ ഹനുമാൻ എത്തുന്നത്. ഹനുമാൻ എത്തി രാമന്റെ വിശേഷം എല്ലാം പറയുന്നു. ഹനുമാൻ സീതയോട് പറയുന്നത്, വേണമെങ്കിൽ ദേവിയെ എനിക്ക് എൻ്റെ തോളത്തിരുത്തി തിരിച്ച് കടൽ ചാടിക്കടന്ന് രാമന്റെ കയ്യിൽ സുരക്ഷിതമായി എത്തിക്കാൻ പറ്റും. അപ്പൊ സീത പറയുന്നുണ്ട് അത് വേണ്ടെന്ന്. ഹനുമാനും പറയുന്നുണ്ട് എൻ്റെ അഭിപ്രായം അത് വേണ്ടതാണ്. കാരണം സീതയുടെ അഭിമാനത്തോടെ രാമൻ ഇവിടെ വന്ന് തട്ടിക്കൊണ്ടുപോയവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് അവരെ തോൽപ്പിച്ച് സ്വീകരിച്ച് കൊണ്ടുപോകും. അവിടെ രാമന്റെ നിർദ്ദേശമെല്ലാം പറഞ്ഞ് രാമനും സീതയ്ക്കും മാത്രം അറിയാവുന്ന ചില കഥകൾ കൈമാറി, സീത അങ്ങോട്ടും ചില കഥകൾ രാമനോട് പറയാൻ കൈമാറി. തിരിച്ചു പോകുമ്പം സീത പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ സഹോദരനാണ്. അതൊരു വാനരനാണ്. പക്ഷെ സീത പറയുന്നുണ്ട്, നിങ്ങളാണ് എൻ്റെ സഹോദരൻ. അപ്പം ഹനുമാനും പറയുന്നുണ്ട്, ശരിയാണ്, ദേവി എൻ്റെ സഹോദരിയാണെന്ന്. ആ ബന്ധമാണ് രാമനും അല്ലെങ്കിൽ ഈ ഹനുമാനും സീതയും തമ്മിൽ അവസാനം വരെ തുടരുന്നത്. സത്യത്തിൽ ഈ മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിന്റെ, പ്രത്യേകിച്ച് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും മനോഹരമായ ആത്മാവിന്റെ സ്വരൂപം സഹോദര ബന്ധമാണ്. അത് സീതയും ഹനുമാനും തമ്മിലുള്ള ബന്ധത്തെ പോലൊരു ബന്ധം രാമായണത്തിൽ മറ്റാരും തമ്മിൽ അങ്ങനെ കാത്തു സൂക്ഷിക്കാൻ വാൽമീകി വിവരിച്ച് നൽകിയിട്ടില്ല. അവിടെ നിന്നാണ് സ്വാഭാവികമായി രാമന്റെ സൈന്യം വരുന്നു. രാമന്റെ സൈന്യം കാട്ടിലെ സൈന്യമാണ്. രാമൻ ജനക രാജ്യത്തെയോ അയോധ്യയിലെയോ മറ്റേതെങ്കിലും രാജാക്കന്മാരുടെയോ സഹായം ഒരു ശിക്ഷാ കാലാവധിയിൽ സീതയെ വീണ്ടെടുക്കുന്നതിന് തേടിയാൽ അത് ആ ശിക്ഷാ കാലാവധിക്ക് ഒരു അഭംഗിയാവുമെന്ന് രാമൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് രാമൻ വാനരസേനയെ മാത്രം കൂട്ടി അവരെ മാത്രം സഹായം സ്വീകരിച്ച് കാടിന് മാത്രമാണ് നഗരത്തെ തോൽപ്പിക്കാൻ അവകാശമുള്ളതെന്ന് പ്രഖ്യാപിച്ച് ആരാരാണോ മുഖ്യ ശത്രു ആവേണ്ടത്, എല്ലാ കാലത്തും നഗരത്തിന്റെ ശത്രു കാടായി. നഗരത്തോട് ഏറ്റുമുട്ടാൻ അർഹതയുള്ളത് കാടിനായിരിക്കും. നഗരത്തെ തോൽപ്പിക്കാൻ അവകാശമുള്ളതും കാടിനായിരിക്കും. നഗരാധിപന്മാർ ചൂഷണം ചെയ്ത് ജീവിക്കുന്നത് മിക്കവാറും കാടിനെയായിരിക്കും. അതുകൊണ്ടാണ് വാൽമീകി കാട്ടിലെ മനുഷ്യരെ കൊണ്ട്, കാട്ടിലെ സാധാരണ ജനതയെ കൊണ്ട് നഗരത്തെ തോൽപ്പിക്കുന്നത്. അവിടെ ഏറ്റുമുട്ടുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം. നഗരത്തിലെ രാവണന്റെ സൈന്യത്തോട് കാട്ടിലെ ഒരു ജനത ഏറ്റുമുട്ടുകയാണ്. ഒരു സൈന്യവും ജനതയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഈ രാമരാവണ യുദ്ധത്തിലെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, രഥത്തിലിരുന്ന് രാവണനും നിലത്ത് നിന്ന് രാമനും യുദ്ധം ചെയ്യുകയാണ്. രാമനും അങ്ങനെയാണ്. രാമൻ ഒരു രാജാവായിട്ടല്ല യുദ്ധം ചെയ്യുന്നത്.
വെറും കാലാൽ നിലത്ത് നിന്ന് രാമൻ യുദ്ധം ചെയ്യുകയാണ്. സർവസന്നാഹങ്ങളോടും കൂടി രഥത്തിൽ ഇരുന്ന് രാവണൻ യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധത്തിലാണ് ജനം ജയിക്കുന്നത്. ആരാണോ ധാർമ്മികത കൊണ്ട് ജയിക്കേണ്ടത്, ആരാണോ നന്മ കൊണ്ട് ജയിക്കേണ്ടത്, അവരാണ് ജയിക്കുന്നത്. ആ ജയം കഴിഞ്ഞ് രാവണൻ വധിക്കപ്പെട്ട് സ്വാഭാവികമായി സീത വിമോചിതയായി. ഈ രാമായണത്തിലെ ഏറ്റവും മനോഹരമായ രംഗം അതാണ്. അപ്പൊ സീതയെ കൂട്ടിക്കൊണ്ടുവരാൻ വിഭീഷണനെ രാമൻ ഏർപ്പാട് ചെയ്യുകയാണ്. വിഭീഷണൻ ത്രിജടയെ ഒരുക്കി സീതയെ കൊണ്ടുവരുന്നതിന് വേണ്ടി നിയോഗിക്കുകയാണ്. അപ്പം കൊട്ടാരത്തിലെ സ്ത്രീകൾ പോയി സീതയെ ഒരുക്കിക്കൊണ്ടുവരികയാണ്. രഥത്തിലാണ് ഒരുക്കിക്കൊണ്ടുവരുന്നത്. അപ്പൊ സ്വാഭാവികമായി ആ നാട്ടിലെ ആണുങ്ങളായ മിക്കവാറും മനുഷ്യർ മരിച്ചുപോയി. മഹാഭൂരിപക്ഷം കുട്ടികൾക്കും പിതാക്കന്മാരില്ല. മഹാഭൂരിപക്ഷം സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരില്ല. മഹാഭൂരിപക്ഷം സ്ത്രീകൾക്ക് സഹോദരന്മാരില്ല. അനാഥരായ, സർവ്വതും നഷ്ടപ്പെട്ട ഒരു ജനതയാണ്. അപ്പൊ അവരെ രാജാവിൻ്റെ കൂടെയുള്ളവരും എല്ലാം വധിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ അതിന് കാരണക്കാരിയായി അവർ കാണുന്നത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ അവർ കണ്ടിട്ടില്ല. കാരണം ശിംശവ വൃക്ഷച്ചുവട്ടിൽ കുറച്ച് രാക്ഷസികളായ സ്ത്രീകളെ മാത്രം കാവലിരുത്തി തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് സീതയെ. അവരെയാണ് ഒരുക്കിക്കൊണ്ടുവരുന്നത്. അപ്പൊ ഈ 10,000-കണക്കിന് സ്ത്രീകൾ ഇങ്ങനെ തങ്ങളുടെ രാജാവിനെ മോഹിപ്പിച്ച, തങ്ങളുടെ രാജാവിനെയും രാജ്യത്തെയും എല്ലാം നശിപ്പിച്ച ഇത്രയും സൗന്ദര്യമുള്ള ഈ സ്ത്രീ ആരാണെന്ന് കാണാൻ അവർ സീത വരുന്ന വഴിയരികിൽ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ഈ അത്ഭുത സ്ത്രീ ആരാണ്? അവർ കണ്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം മണ്ഡോദരിയുടെ സൗന്ദര്യമാണ്. അപ്പൊ മണ്ഡോദരിയേക്കാൾ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ഉണ്ടോ? തങ്ങളെ രാജാവിനെ ഇങ്ങനെ സർവ്വതും കളയാൻ പ്രേരിപ്പിച്ച ആ സ്ത്രീയെ കാണാനുള്ള മോഹം കൊണ്ട് തങ്ങളുടെ ദുഃഖം എല്ലാം അകത്ത് സൂക്ഷിക്കാൻ അവർ തീർച്ചയായിട്ടും നിയോഗിക്കപ്പെട്ടു. ഒപ്പം ഈ സ്ത്രീയോടുള്ള പ്രതിഷേധവും അവർക്കുണ്ട്. കാരണം ഇവർ കാരണമാണ് ഇതെല്ലാം നഷ്ടമായത്. അപ്പൊ സീത ഇങ്ങനെ രഥത്തിലേറി വരികയാണ്. സീതയെ കാണുമ്പോഴാണ് ആ സ്ത്രീകൾക്ക് തോന്നുന്നത് ഇവൾ സാധാരണ സ്ത്രീ അല്ല. ഇവളുടെ മൂക്ക് അതേ മൂക്കുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, കണ്ണ് അതേ കണ്ണുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, മുടി അതേ മുടിയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, മുഖം അതേ മുഖമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ ഇവൾ വേറൊരു സ്ത്രീയെ പോലല്ല. ഇവളൊരു പൂർണ്ണതയാണ്. ഇങ്ങനെ പൂർണ്ണതയുള്ള, ഇങ്ങനെ ശാലീനതയുള്ള, ഇങ്ങനെയെല്ലാം ഒത്തിണങ്ങിയ ഒരു സ്ത്രീയെ അവർ കണ്ടിട്ടില്ല. പതുക്കെ പതുക്കെ കണ്ട് അവരുടെ മനസ്സിൽ സീതയെക്കുറിച്ചുള്ള വിരോധം മുഴുവൻ മാഞ്ഞു പോവുകയാണ്, അലിഞ്ഞില്ലാതാവുകയാണ്. അവർ കണ്ടു മതിയാകാതെ, കണ്ടു കൊതി തീരാതെ സീതയോടൊപ്പം നടക്കുകയാണ്. അപ്പൊ സീത രഥത്തിൽ ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ ഈ സ്ത്രീകൾ കണ്ട് കൊതി തീരാതെ കൂടെ ഓടുകയാണ്. കൂടെ ഓടുമ്പം രാമൻ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ 10,000-കണക്കിന് സ്ത്രീകൾ നടന്നും സീത രഥത്തിൽ ഇരുന്നും വരികയാണ്. അപ്പൊ രാമൻ വിഭീഷണനോട് പറഞ്ഞു, അതൊരു തെറ്റാണല്ലോ. സീത മാത്രം ഇരുന്നും ബാക്കിയുള്ളവർ നടന്നും വരുന്ന ഒരു തെറ്റല്ലേ? അതുകൊണ്ട് സീതയോട് ഇറങ്ങി നിലത്ത് നടന്നു വരാൻ പറയുക. അപ്പൊ സീതയ്ക്കും അത് ഇഷ്ടമായി. പക്ഷെ നിർദ്ദേശം കിട്ടിയാലേ ഇറങ്ങാൻ പറ്റൂ. സീതയും നിരത്തിൽ ഇറങ്ങി. അപ്പൊ നാളുകൾക്ക് ഇഷ്ടമായി. തൊട്ടടുത്ത് സീതയെ കാണാം. സീതയ്ക്കും ആ ദുഃഖമുള്ള മനുഷ്യരെ കാണുന്നത്, അവരെ കണ്ണുകൊണ്ടെങ്കിലും ആശ്വസിപ്പിക്കുന്നത് സീതയ്ക്കും മനസ്സിൽ നന്മയുള്ള ഒരു കാര്യമായി തോന്നി. അങ്ങനെ 10,000-കണക്കിന് മനുഷ്യരിങ്ങനെ വരുമ്പോഴാണ് രാമന്റെ മനസ്സിൽ, കാരണം അത് കഴിഞ്ഞാൽ പിറ്റന്ന് അയോധ്യയിലേക്ക് പോകാം. അപ്പൊ ഭരതനാണെങ്കിൽ തങ്ങൾ ചെല്ലാൻ കാത്തിരിക്കുകയാണ്. ഭരതനോട് ഹനുമാൻ വഴി രാമൻ ചോദിച്ചു, എനിക്ക് അധികാരം തരുന്നതിൽ എന്തെങ്കിലും മനസ്സിന് ഇഷ്ടക്കേടുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല. അപ്പം ഭരതൻ പറയുന്നത്, ഞാൻ കാത്തിരിക്കുകയാണ്, ഒരു നിമിഷം നേരത്തെ എങ്കിലും വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഈ ഭാരം
അങ്ങ് ഏറ്റുവാങ്ങണമെന്ന്. അപ്പൊ പിറ്റേന്ന് രാമൻ രാജാവുകയാണ്. അതിന് പുഷ്പവിമാനത്തിൽ തന്നെ വരാൻ അവിടെ കാര്യങ്ങൾ ഏർപ്പാടായി നടക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ 10,000-കണക്കിന് മനുഷ്യർ ആരാധനയോടുകൂടി തൻ്റെ ഭാര്യയെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. അത് രാമൻ ഇഷ്ടമാവുന്നില്ല. അവിടെയാണ് സത്യത്തിൽ രാമൻ ഒരു പുരുഷനാവുന്നത്. രാമനെ മനുഷ്യനാക്കുകയാണ് സത്യത്തിൽ വാൽമീകി ചെയ്യുന്നത്. പക്ഷെ രാമൻ അവിടെ മനുഷ്യനാവാൻ പറ്റുന്നില്ല. രാമൻ കേവലം ഒരു പുരുഷനാവുന്നതാണ്. ഏതൊരു പുരുഷനും സ്വന്തം ഭാര്യയാണെങ്കിലും തൻ്റെ സഹോദരിയാണെങ്കിലും തൻ്റെ ആരാണെങ്കിലും തന്നെക്കാൾ അംഗീകാരം നേടുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. ആ ഇഷ്ടമുള്ള കാര്യമല്ലാത്തത് രാമന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. രാമൻ ഒരു സാധാരണ പുരുഷനായി തീരുകയാണ്. രാമനിൽ ഒരു അസൂയ ഉണ്ടാവുകയാണ്. രാമൻ ആലോചിക്കുന്നത്, ഈ യുദ്ധം ചെയ്തത്, ഈ ഇതിന് വേണ്ട സന്നാഹം ഒരുക്കിയത്, രാവണനെ വധിച്ചത്, ഈ ലങ്കയിലെ എല്ലാ തെറ്റുകളും തിരുത്തിയത് ഞാനാണ്. പക്ഷേ ലങ്കയിലെ ജനതയെ കീഴടക്കിയത് ഒരു യുദ്ധവും ചെയ്യാത്ത സീതയാണ്. താൻ യുദ്ധം ജയിച്ചു, അത് ആയുധം കൊണ്ട്. സീതയുടെ സ്വഭാവം കൊണ്ട് ഒരു ജനതയെ കീഴടക്കി. ആ ജനതയാണ് സീതയെ കൊണ്ടുവരുന്നത്. താൻ ആയുധം കൊണ്ട് പരാജയപ്പെടുത്തിയ മനുഷ്യരെല്ലാം കടലിൽ രാവണനെറിഞ്ഞ് ആ ശവങ്ങൾ പോലുമില്ല. പക്ഷേ ബാക്കി ജീവിച്ചിരിക്കുന്നവർ മുഴുവൻ ആരാധിക്കുന്നത് സീതയാണ്. അപ്പൊ ജയിച്ചത് ആരാണ്? താനാണോ സീതയാണോ? ഈ ലങ്കയെ കീഴടക്കിയ സീതയാണോ അതോ ലങ്കയിലെ ആണുങ്ങളെല്ലാം വധിച്ച താനാണോ ജയിച്ചത്? അപ്പൊ രാമൻ അതിന് ഉത്തരം കിട്ടുന്നില്ല. സീതയെ ഇങ്ങനെ മനസ്സിലേറ്റി നിലത്തിലൂടെ നടത്തി കൊണ്ടുവന്ന് മുന്നിൽ നിർത്തുമ്പോൾ രാമൻ സീതയെ നോക്കുന്നു. സീതയാണെങ്കിൽ അത്യാഹ്ലാദപൂർവമാണ് രാമനെ നോക്കുന്നത്. കാരണം തന്നെ ധീരതയോടെ വന്ന് വീണ്ടെടുത്ത രാമൻ തങ്ങൾ അയോധ്യയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ചാണ് സീതയോട് രാമൻ പറയുന്നത്, എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, അത് നിന്നെ സ്വതന്ത്രമാക്കുക എന്നതാണ്. നിന്നെ ഞാൻ സ്വതന്ത്രമാക്കി. ഇനി നിനക്ക് നിന്റെ വഴി തിരഞ്ഞെടുക്കാം. സീത അങ്ങനെ ഒരു അഭിപ്രായമല്ല രാമനിൽ നിന്ന് പ്രതീക്ഷിച്ചത്. പക്ഷെ രാമൻ കൊടുക്കുന്നത് അങ്ങനെ ഒരു അഭിപ്രായമാണ്. അവിടെയാണ് രാമൻ പരിമിതപ്പെട്ടയാണായിപ്പോയി. സീത പരമാവധി വളർന്ന പെണ്ണായി മാറി. അവിടെ രാമൻ സീതയോട് പറയുന്നുണ്ട്, ഈ രാജകൊട്ടാരത്തിൽ രാവണന്റെ കീഴിൽ 1 വർഷം താമസിച്ച നീ വിശുദ്ധയാണെന്ന് ഞാൻ എങ്ങനെ കരുതും? അപ്പൊ സീത കണ്ണു നിറഞ്ഞതല്ലാതെ സീത ഒന്നും ചെയ്തില്ല. അവിടെ ഏറ്റവും കൂടുതൽ ഞെട്ടുന്നത് ലക്ഷ്മണനാണ്. അവിടെ സീത മനസ്സിൽ പറയുന്നുണ്ട്, ലക്ഷ്മണ, അനുജ, നീ എന്നോട് പൊറുക്കണം. പണ്ട് കാട്ടിൽ വെച്ച് എന്നെ ഈ രാവണൻ തട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ സംശയിച്ചു. അതിന് പകരമായിരിക്കും നിന്റെ ജ്യേഷ്ഠൻ ഇപ്പോൾ എന്നെ സംശയിക്കും. ഹനുമാൻ ഞെട്ടി, സുഗ്രീവൻ ഞെട്ടി, അംഗദൻ ഞെട്ടി, നളൻ ഞെട്ടി, എല്ലാവരും ഞെട്ടി. പക്ഷേ രാമൻ മാത്രം ഞെട്ടിയില്ല. രാമൻ പറഞ്ഞു, നിന്റെ വിശുദ്ധിയിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് രാജാവായിരിക്കുന്ന ഞാൻ, നാളെ രാജാവാകേണ്ട ഞാൻ രാജാവായിരിക്കുമ്പോൾ രാജാവിൻ്റെ രാജ്ഞിയായിരിക്കുന്ന സ്ത്രീ വിശുദ്ധയായിരിക്കണം എന്നുറപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നീ അഗ്നി പരീക്ഷയ്ക്ക് വിധേയമാകണം. എൻ്റെ കൂടെ വരുന്നെങ്കിൽ, അതല്ലെങ്കിൽ നിനക്ക് ലങ്കയിൽ പാർക്കാം, ഇഷ്ടമുള്ള വഴി സ്വീകരിക്കാം. നിന്നെ ഞാൻ സ്വതന്ത്രമാക്കി കഴിഞ്ഞു. സീത അഗ്നി പരീക്ഷണത്തിന് എങ്ങനെയാണ് വിധേയമാവുന്നത്? അപ്പൊ അഗ്നി കൂട്ടി ആ അഗ്നിയിലൂടെ കടക്കാൻ സീത നിശ്ചയിച്ചു. അപ്പൊ സ്വാഭാവികമായി ആ അഗ്നിയിലൂടെ സീത കടക്കുമ്പോൾ അവിടെ കൂടി നിന്ന രാമനൊഴിച്ചെല്ലാവരുടെയും മനസ്സ്
ആ അഗ്നിയിൽ പ്രവേശിച്ചു. അവർക്കൊക്കെ ഒരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ: സീതയെ ഒരു വേനലും ഒരഗ്നിയും ഒരു ചൂടും ബാധിക്കരുത്. അഗ്നിയിൽ നിന്ന് അഗ്നി തൊടാതെ മറ്റൊരഗ്നി പുറത്തു വന്നതുപോലെ സീത പൊള്ളലേൽക്കാതെ പുറത്തു വന്നു. സ്വാഭാവികമായി പുഷ്പവിമാനത്തിൽ സീതയും രാമനും ലക്ഷ്മണനും സുഗ്രീവനും ഹനുമാനുമല്ല ലങ്കയിലേക്ക് വന്നു, അതായത് അയോധ്യയിലേക്ക് വന്നു, സ്വീകരിക്കപ്പെട്ടു. അവിടെ സീത രാജ്ഞിയായി, രാമൻ രാജാവായി. അവിടെ കഴിയുമ്പോഴാണ് സ്വാഭാവികമായി രാജാവായ രാമൻ വളരെ നല്ല രാമനാണ്, രാജാവാണ്, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നവനാണ്, സത്യസന്ധനാണ്, സർവരെയും ആദരവ് നേടുന്നവനാണ്, അനുജന്മാരോടെല്ലാം ആലോചിക്കുന്നവനാണ്. ചാരന്മാരെ അയച്ച് ഒരു ചെറിയ കാര്യം മനുഷ്യർക്കിടയിൽ ഉണ്ടെങ്കിലും അതറിഞ്ഞാൽ അതിന് പരിഹാരം കാണുന്നവനാണ്. അപ്പൊ അങ്ങനെ കഴിയുമ്പോഴാണ് ഒരു ചെറിയ ചാരനിൽ നിന്ന് രാമനിൽ ഒരു വിവരം കിട്ടുന്നത്: സീതയെക്കുറിച്ച് നാട്ടിൽ സീത വിശുദ്ധയാണോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. അപ്പൊ ഏത് കാലത്തും ഏത് നാട്ടിലും നന്നായി ജീവിക്കുന്ന, പ്രത്യേകിച്ച് ചോദിക്കാനും പറയാനും ഒന്നും ആളില്ലാത്ത, സീതയ്ക്ക് എങ്ങനെ ചോദിക്കാനും പറയാനും ഒരു മേൽവിലാസം അങ്ങനെയൊന്നുമില്ല, എന്ത് അപവാദവും പറയും. പ്രത്യേകിച്ച് ഒരുപാട് സൗന്ദര്യം ഉണ്ടെങ്കിൽ എന്ത് അപവാദവും പറയും, സൽസ്വഭാവം ഉണ്ടെങ്കിൽ എന്ത് അപവാദവും പറയും. അപ്പൊ ആ അപവാദം കേട്ടപ്പോഴാണ് രാമൻ തീരുമാനിക്കുന്നത്, തനിക്ക് വേണമെങ്കിൽ സീതയോടൊപ്പം ഈ അധികാരം വിട്ടൊടിഞ്ഞ് കാട്ടിലേക്ക് വീണ്ടും പോകാം. പക്ഷെ അങ്ങനെ പോയാലും സീതയുടെ പേരിൽ വീണ പേരുദോഷം തീരുകയല്ല. അതല്ലെങ്കിൽ താൻ ഭരിച്ചുകൊണ്ട് സീതയെ ഉപേക്ഷിക്കാം. അപ്പൊ അനുജന്മാരെ വിളിച്ച് രാമൻ പറയുന്നത് സീതയെ ഉപേക്ഷിക്കണം. കാരണം രാജ്യം പ്രധാനമാണ്, രാജാവിന് രാജ്യമാണ് പ്രധാനം, ആദർശമാണ് പ്രധാനം, ജനങ്ങളാണ് പ്രധാനം. ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും എതിർത്തെങ്കിലും രാമൻ ഉറപ്പിച്ചു നിന്നത് കാരണം അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെയാണ് വാൽമീകി ആശ്രമത്തിൽ സീത എത്തപ്പെടുന്നത്. സ്വാഭാവികമായി അവിടെയും അപവാദം ഉണ്ടാവുന്ന, ആശ്രമത്തിലാണെങ്കിലും ആശ്രമത്തിലെ സന്യാസിമാരായ ആളുകൾ തന്നെ അപവാദം പറയും. അവർ പറയുന്നത് രാമനെപ്പോലൊരാൾ ഒരു പെണ്ണിനെ പുറത്താക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ രാമനെപ്പോലൊരാൾ സ്വന്തം ഭാര്യയെ പുറത്താക്കില്ല. അതുകൊണ്ട് സീത അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ഈ സൗന്ദര്യത്തിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അപ്പൊ അതവിടെ വളരെ പ്രചാരമായപ്പം വാൽമീകിക്ക് തന്നെ അതൊരു അസ്വസ്ഥപരമായ ഘടകമായി. വാൽമീകിക്കറിയാം സീത വെളിച്ചത്തെക്കാൾ പരിശുദ്ധിയുള്ള ഒന്നാണെന്ന്. പക്ഷെ എന്നാലും അപവാദം നിറഞ്ഞു. അങ്ങനെയാണ് അവിടെ ഒരു തടാകമുണ്ട്, മുതലകളും പാമ്പുകളും മറ്റു പലതും നിറഞ്ഞ ടിട്ടിഫ തടാകം എന്ന് പറയുന്ന തടാകം. അപ്പൊ അങ്ങനെയുള്ള അവിടത്തെ ഒരു വ്യവസ്ഥ, അങ്ങനെ ഏതെങ്കിലും പാപം ചെയ്തവർ ആ തടാകത്തിന്റെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് നീന്തിയ അല്ലെങ്കിൽ സഞ്ചരിച്ചാൽ, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മുതല പിടിക്കും, അല്ലെങ്കിൽ പാമ്പ് കൊത്തും, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷജന്തു ആക്രമിക്കും. പാപം ചെയ്തിട്ടില്ലെങ്കിൽ അക്കരെ എത്തും. അപ്പൊ സീത വാൽമീകിയോട് തന്നെ പറയുന്നത്, എനിക്ക് പലവിധ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്, ഞാൻ കാട്ടിൽ പോയിട്ടുണ്ട്, ആ പരീക്ഷണം കഴിഞ്ഞവളാണ്. ഞാൻ അഗ്നിയിൽ പ്രവേശിച്ചിട്ടുണ്ട്, ആ പരീക്ഷണവും കഴിഞ്ഞവളാണ്. ഇനി വെള്ളത്തിൽ കൂടി ഒരു പരീക്ഷണം എനിക്ക് നേരിടേണ്ടതുണ്ട്, അതങ്ങ് സമ്മതിക്കണം. അപ്പൊ എല്ലാവരും ഒരുങ്ങി. അപ്പൊ എല്ലാവരെയും ധാരണ സീത മരിക്കും. കാരണം സീത കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, സീത ഏതെങ്കിലും ആക്രമണത്തിൽ ഈ തടാകത്തിന്റെ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് സഞ്ചരിക്കുമ്പോൾ സീത വധിക്കപ്പെടും. പക്ഷെ സീത ഒരു ഭയവുമില്ലാതെ ജലത്തിലിറങ്ങി പതുക്കെ, ജലമാണെങ്കിൽ ഒരു അമ്മ മകളെ കൊണ്ടുപോകുന്നത് പോലെ സീതയെ കൊണ്ടുപോവുകയാണ്. സീത വെള്ളമില്ലാതെ ആ വെള്ളത്തിൽ ഒരു ഭാരമില്ലാത്ത വസ്തു ഇരിക്കുന്നത് പോലെ
ഇരുന്ന് ആ കുളത്തിൻ്റെ അക്കരയിലേക്ക് ഒഴുകി അക്കരെ ചെന്ന് ചേരുമ്പോൾ എല്ലാ അപവാദം പറഞ്ഞവരും സീതയുടെ വിശുദ്ധി ആഘോഷിക്കുകയാണെന്ന് മാത്രമല്ല രാമനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്. ചിലപ്പോഴങ്ങനെയാണ് ഈ അപവാദം പറഞ്ഞ് അപവാദത്തിന് ഇരയായ ആള് അപവാദത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ അപവാദം പറഞ്ഞയാള് അപവാദത്തിന് ഇരയാവും. അവിടെയും സീത പറഞ്ഞു, നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞത് തെറ്റിദ്ധാരണ മൂലമാണെങ്കിൽ ഇപ്പോൾ രാമനെ കുറിച്ച് പറയുന്നതും തെറ്റിദ്ധാരണ മൂലമാണ്, നിങ്ങൾ പറയരുത്. അപ്പൊ അവിടെ നിന്നാണ് സ്വാഭാവികമായി ശ്രീരാമന്റെ യാഗം നടക്കുമ്പോൾ ആ കാലത്തും എല്ലാ കാലത്തും ഈ കഥകളൊക്കെ പറയുന്ന ഒരുപാട് പേര് കൂടി. അപ്പൊ വാൽമീകി രാമായണ കഥ മക്കളായ സീതയുടെ മക്കളായ രാമന്റെയും സീതയുടെയും മക്കളായ ലവോശന്മാരെ പഠിപ്പിച്ച് ആ കഥ പാടാൻ വേണ്ടി ഈ യാഗസ്ഥലത്ത് അവരുമായി എത്തുന്നത്. അവരുമായി എത്തി അവിടെ വന്ന് സ്വാഭാവികമായി യാഗസ്ഥലത്ത് ആ കാലത്ത് ഭാര്യ ഇല്ലെങ്കിൽ ഭാര്യയ്ക്ക് പകരം സ്വർണത്തിൽ തീർത്ത ഒരു കാഞ്ചന സീതയെ ഉണ്ടാക്കി വെക്കണം. അപ്പൊ ഒരു കാഞ്ചന സീതയെ ഉണ്ടാക്കി വെച്ച് യാഗം നടക്കുകയാണ്. അവിടെയാണ് ഈ പാട്ടുപാടി ഈ കൊച്ചുങ്ങളെത്തുന്നത്. വാൽമീകി ഈ കൊച്ചുങ്ങളെ കൊണ്ടുവന്നത്. അപ്പൊ കൊച്ചുങ്ങൾ പറയുന്ന കഥ കേട്ട് അത് അവിടെ ഉള്ളവരുടെ കഥയാണ്, രാജാവിൻ്റെ കഥയാണ്, അവിടെ ഇന്നലെ ഇരുന്നവരെയും ഇന്ന് ജീവിക്കുന്നവരുടെയും കഥയാണ്. അപ്പൊ ഒരുപാട് പേര് ഈ കഥ കേട്ട് കണ്ണീർ വാർത്ത് ആ കഥയോടൊപ്പം സഞ്ചരിച്ച് രാമനും അതിൻ്റെ ഭാഗവാക്കായി. അപ്പൊ രാമനും സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായി ആ സഞ്ചാരത്തിനൊടുവിൽ രാമൻ വാൽമീകിയോട് ചോദിക്കുന്നത് ഈ കുട്ടികൾ ആരെന്നാണ്. അപ്പൊ വാൽമീകി പറയുന്നത് ഇവർ അങ്ങയുടെയും സീതയുടെയും മക്കളാണ്. അപ്പൊ രാമൻ പറയുന്നത് സീത എവിടെ ഉണ്ടെന്നാണ്. അപ്പൊ ആശ്രമത്തിലുണ്ട്, എനിക്ക് സീതയെ കാണണം. അങ്ങനെയാണ് സീതയെ കൊണ്ടുവരാൻ വാൽമീകി പോകുന്നത്. വാൽമീകിയുടെ നിർദ്ദേശം സീതയ്ക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ സീത കൊട്ടാരത്തിലേക്ക് വാൽമീകിയോടൊപ്പം വരികയാണ്. അപ്പം വാൽമീകി അവസാന വിവരം നിർത്തുന്നത്, ആദ്യ വിവരം നിർത്തിയത് സീതയെ രണ്ടാമത്തെ നിലയിലും രാമനെ നിലത്തുമാണ്. അവസാനം നിർത്തുന്നത് രാമന സിംഹാസനത്തിലും സീതയെ നിലത്തുമാണ്. രാമൻ മോളിലും സീത താഴെയുമാണ്. അപ്പം രാമന്റെ നിർദ്ദേശപ്രകാരം കാഞ്ചന സീതയെ മാറ്റുകയാണ്. എന്നിട്ട് രാമൻ സീതയെ അവിടെ ഇട്ടിരുന്ന സിംഹാസനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെയാണ് സത്യത്തിൽ സീതയുടെ തീരുമാനം കൈക്കൊള്ളുന്നത്. അവിടെയാണ് വാൽമീകി സീതയുടെ ചുമലിൽ, വാൽമീകിയല്ല ഉത്തരരാമായണത്തിലാണിത്, എല്ലാ മഹത്വവും ചേർത്ത് വയ്ക്കുന്നത്. കാരണം രാമൻ ഒരു അധികാരത്തിൻ്റെയും ഭൂമിയുടെയും ഒരർത്ഥത്തിൽ അന്തസ്സാണ്. സീത ഭൂമിയുടെ കൃത്യമായ സ്വാതന്ത്ര്യമാണ്. ഏത് പെണ്ണും ഭൂമിയുടെ സ്വാതന്ത്ര്യമാണ്, ഏതാണും ഭൂമിയുടെ അന്തസ്സാണ്. ഭൂമിയുടെ അന്തസ്സിന്റെ പ്രതീകമാണ് രാമൻ, ഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് സീത. സീതയെ രാമൻ ഉപേക്ഷിച്ചു, പിന്നെ രാമൻ ക്ഷണിച്ചു. സീതയ്ക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം സീത അടിമയല്ല. ഒരാൺ ഉപേക്ഷിക്കുമ്പോൾ പോകാനും നീ വന്നോ എന്ന് പറയുമ്പോൾ വന്നു ചേരാനും സീത ഒരു അടിമയല്ല. സീത ലോകത്തിലെ എല്ലാ സ്ത്രീകളുടെയും സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ്. സീത അവിടെ നിന്ന് രാമനോട് വേറൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിന്റെ ക്ഷണം പോലും നിരാകരിക്കുന്നില്ല. ഒറ്റ കാര്യം ഭൂമിയോട് സീത പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മയിലേക്ക് മടങ്ങണം, എന്നെ ഭൂമിദേവി സ്വീകരിക്കണം, എനിക്ക് മരിക്കണം. മരിക്കുക എന്ന് പറയുന്നത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, തൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കണം. രണ്ട്, തന്നെ ഇപ്പോഴും വിശ്വസിച്ചോ വിശ്വസിച്ചില്ലയോ എന്നറിയുന്ന നാട്ടിലെ ജനം, ആ ജനത്തിന് വേണ്ടിയാണ് അങ്ങ് എന്നെ ഉപേക്ഷിച്ചതെന്ന് എനിക്കറിയാം.
എനിക്ക് അങ്ങയുടെ അന്തസ്സും സംരക്ഷിക്കണം. എന്നെ സ്വീകരിച്ചാൽ അങ്ങയുടെ അന്തസ്സിന് കേടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അന്തസ്സും സംരക്ഷിക്കണം. ലോകത്തിലെ ഏത് പെണ്ണിൻ്റെയും സ്വാതന്ത്ര്യവും സംരക്ഷിക്കണം. അതിനെൻ്റെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ. അത് മരണത്തിലേക്ക് നടക്കുക എന്ന വഴിയാണ്. ആ വഴിയാണ് ഞാൻ സ്വീകരിക്കുന്നത്. ഞാൻ അങ്ങയുടെ അന്തസ്സ് സംരക്ഷിച്ചുകൊണ്ട് എൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിച്ച് മരണത്തിലേക്ക് പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും മഹത്തായ രക്തസാക്ഷിത്വം സീതയുടെ രക്തസാക്ഷിത്വമാണ്. അത് ലോകത്ത് ഉദിച്ചിട്ട് ഒരു രക്തസാക്ഷിത്വം ഇതുവരെ അസ്തമിക്കാത്ത ഒരൊറ്റ രക്തസാക്ഷിത്വം വാൽമീകി നൽകിയ സീതയുടെ രക്തസാക്ഷിത്വമാണ്. അത് രാമന്റെ അന്തസ്സ് കാത്തു സൂക്ഷിച്ച രക്തസാക്ഷിത്വമാണ്. അത് ഏത് സ്ത്രീയുടെയും സ്വാതന്ത്ര്യം സംരക്ഷിച്ച രക്തസാക്ഷിത്വമാണ്. അവിടെയാണ് സീത സത്യത്തിൽ രാമായണത്തിലെ രാമന്റെ മരണം അത്ര മഹത്വമുള്ളതല്ല. രാമൻ സങ്കടം സഹിക്കവയ്യാതെ ലക്ഷ്മണനെ നഷ്ടപ്പെട്ടു, സീതയെ നഷ്ടപ്പെട്ടു, സർവ്വതും നഷ്ടപ്പെട്ടു. അവസാനം മക്കൾക്കും തൻ്റെ സഹോദരന്മാരുടെ മക്കൾക്കുമെല്ലാം രാജ്യത്തിന്റെ അധികാരം പങ്കുവെച്ചു കൊടുത്ത് രാമൻ ഭരിക്കുകയാണ്. സീത ഇതൊന്നുമല്ല, തൻ്റെ മക്കളെ, തൻ്റെ മക്കൾ തൻ്റെ മാത്രം മക്കളല്ല, അത് രാമന്റെ മക്കൾ കൂടിയാണ്. അവരെ തിരിച്ച് രാമനെ ഏൽപ്പിക്കുകയാണ്. കാരണം സീതയ്ക്ക് ഒരു പരിമിതിയുണ്ട്. അന്നും പെണ്ണിനധികം സ്വത്തില്ല. രാജ്യമുള്ളത് രാമന്റെ കയ്യിലാണ്. രാജ്യമുള്ള രാമന്റെ കയ്യിൽ രാമന്റെ മക്കളെ ഏൽപ്പിക്കുകയാണ്. പക്ഷെ വളർത്തി ഏൽപ്പിക്കുകയാണ്, ശരിയായി വളർത്തി ഏൽപ്പിക്കുകയാണ്. ശരിയായി വളർത്തി മക്കളെ അധികാരമുള്ള അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ച്, എന്നാൽ അച്ഛന്റെ അന്തസ് താൻ സംരക്ഷിച്ച് ലോകത്തിലെ ഏത് പെണ്ണിന്റെയും സ്വാതന്ത്ര്യം കാത്തുരക്ഷിച്ച് ലോകത്തിലെ ഏറ്റവും പവിത്രമായ രക്തസാക്ഷിത്വത്തിന് ഉടമയായി മാറുകയാണ് സീത. അപ്പൊ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചത് സത്യത്തിൽ ലോകത്തിലെ സ്ത്രീ ആരാണെന്ന്, എന്താണെന്ന്, അവൾ എങ്ങനെയാണ് ചരിത്രത്തിന്റെ പ്രത്യേക ഘട്ടങ്ങളിൽ ഈ ബന്ധങ്ങളുടെ കുരുക്കുകളിൽപ്പെട്ട് അടിമയായതെന്ന്, അതെങ്ങനെ അഴിക്കണമെന്ന്, അഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അവൾ സ്വയം മരിച്ച് സ്വയം രക്തസാക്ഷിയായി അവൾ എങ്ങനെ അവളുടെ അന്തസ്സും സ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെന്ന് നമ്മളോട് കൃത്യമായി പറഞ്ഞു തരുന്ന ഇന്ത്യയുടെ ആദ്യ മഹാകാവ്യം, ലോകത്തിലെ ഏത് പെണ്ണിന്റെയും സ്വാതന്ത്ര്യത്തിന്റെ അന്ത്യ മഹാകാവ്യം കൂടിയാണ്. അതാണ് രാമായണം. രാമായണത്തിലെ മറ്റെല്ലാ കഥാപാത്രങ്ങളും ഒരുപക്ഷെ ഇല്ലാതായാലും വിവേകാനന്ദൻ പറഞ്ഞ പോലെ സീത മാത്രം നിന്നാൽ ലോകത്ത് വെളിച്ചം നഷ്ടപ്പെടാത്ത ഒരു നക്ഷത്രം നമുക്ക് വഴികാട്ടിയായി ലോകത്ത് നശിക്കാതുണ്ടാവും. അതാണ് സീത. ആ സീതയുടെ കഥ ഇന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.